നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഒന്നാമത്തെ പാക്കാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു അഡ്വാൻസ്ഡ് ഹെയർ കെയർ ചാലഞ്ചാണ്. വളരെ ബേസിക് ആയിട്ട് ഹെയർ കെയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇതുവരെ ഒരു ഹെയർ പാക്കും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഓൾറെഡി തിക്ക് ഹെയർ ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ഈ ചാലഞ്ച് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഹായ് ഹലോ, ദിസ് മിസ് ഓയിലി ഹെയർ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു വർഷത്തെ ചാലഞ്ചിലെ ആദ്യത്തെ ഹെയർ പാക്കിന് എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും മുടി ഒന്ന് വകഞ്ഞെടുത്തിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, ഉടക്കെ കറുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്കിൽ കണ്ടിങ്ങനെ കട്ടകട്ടായിരിക്കുന്ന സാധനമാണ് ഉലുവ. ഇതെങ്ങനെ എടുക്കണമെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഹെയർ പാക്കും. നല്ല അടിപൊളിയായിട്ട് എഫക്റ്റ് ആവുന്ന ഒരു ഹെയർ പാക്കാണ്. ഇച്ചിരി മെനക്കേടാണ് ഇത് ഉണ്ടാക്കാൻ, എന്നാലും നല്ല എഫക്റ്റീവാണ്. പിന്നെ നല്ല തണുപ്പുള്ളൊരു പാക്കും കൂടെയാണ്. അപ്പം ഇതുപോലെയാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്നത്. ഇതൊരു ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കഴുകി ഇറക്കി കളയാനൊന്നും പാടില്ല. പക്ഷേ ഇത് ഫിൽറ്റർ ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി പാടുള്ള കൂട്ടത്തിലൊരു പാക്കാണ്. അപ്പോൾ എന്തായാലും പാക്കിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പേരയുടെ ഇല എന്ന് പറയുന്നത്. തളിരിലയാണ്. ആരോ ചോദിച്ചിരുന്നു ഉണങ്ങിയ ഇല മതിയാന്ന്. ഉണങ്ങിയ ഇലയൊന്നുമില്ല, ഞാൻ അതുകൊണ്ടാണ് വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നത്. ഞാൻ കാണിച്ചു തരും പോലത്തെ സാധനം തന്നെ എടുക്കണം. ഇതുപോലെ തളിരില എടുക്കണം. പിന്നെ വേണ്ട സാധനമാണ് ഉലുവ. ഡാൻഡ്രഫ് ഒക്കെ മാറാൻ അടിപൊളിയാണ്, മുടി തിക്നെസ് വയ്ക്കാൻ അടിപൊളിയാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി. ഇത്ര കഷ്ണം ഇഞ്ചി മതി, ചെറിയൊരു കഷ്ണം. നമ്മുടെ താരനൊക്കെ മാറാനും മുടിയിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ മാറാനാണ്. പിന്നെ വേണ്ടത് രാമച്ച ആണ്. ഇത് ഓപ്ഷണലാണ്, ഇട്ടാൽ നല്ല തണുപ്പായിരിക്കും. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ രാമച്ച ആഡ് ചെയ്തത്. ചൂടാണെങ്കിൽ ഇതിട്ടാലും മുടി നന്നായിട്ട് തണുക്കും. പ്രത്യേകിച്ചും തലയിൽ ചൂടുകുരു ഉണ്ടെങ്കിൽ മാറും, കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് തിളപ്പിക്കുന്നത്. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റാനുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതി. തിളച്ച സാധനം നന്നായിട്ട് ആറുമല്ലോ. ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം രാമച്ച എടുത്ത് മാറ്റണം. രാമച്ച മാറ്റിയിട്ട് കംപ്ലീറ്റ് സാധനം ഒരുമിച്ചിട്ട് അരയ്ക്കാം. അരച്ച് കഴിഞ്ഞ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫിൽറ്റർ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് ഉലുവയൊക്കെ ഇതുപോലെ ജെല്ല് പരുവത്തിന് വരും. നന്നായിട്ട് പിഴിയണം കേട്ടോ, എന്നാലേ ഉലുവയുടെ ഈ ഒരു ജെല്ല് കിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി എല്ലാ സാധനവും ഒരുമിച്ചിട്ട് പിഴിഞ്ഞാൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഒരു ഉലുവയുടെ ജെല്ല് ഇതുപോലെ ഇറങ്ങി വരും. ഈ ജെല്ലാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് സാധനം. പിന്നെ ഈ നമ്മുടെ വെള്ളത്തിൻ്റെ അകത്ത് പേരയുടെയൊക്കെ സത്തും കാണും, രാമച്ചത്തിൻ്റെ സത്തും കാണും. പിന്നെ രാമച്ച ഇടുമ്പോൾ തല തണുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അല്ലാണ്ട് തന്നെ ഉലുവ കുറച്ച് തണുപ്പാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഈ പാക്കിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പനിക്കൂർക്കയും കൂടെ ഇട്ട് അരച്ചാൽ നിങ്ങൾക്ക് തലനീരിറക്കവും വരത്തില്ല, വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഭയങ്കര തലനീരിറക്കം സൈനസ് പ്രശ്നമുള്ളവരാണെങ്കിൽ രാമച്ചൻ ചേർക്കണ്ട, അല്ലാണ്ട് തന്നെ പനിക്കൂർക്ക ചേർത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് അങ്ങ് അരച്ചാൽ മതി. നമ്മൾ ഇതുപോലെ മുടി കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് ഓരോ സെക്ഷൻസിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ തേച്ച് ഒരു 15 മിനിറ്റ് മുടി കെട്ടി വെച്ചതിന് ശേഷമാണ് അഴിച്ചിട്ട് ഉടക്കറുത്തിട്ട് പാക്ക് ഇടുന്നത്. വെപ്രാളപ്പെടാതെ പതിയെ ഇട്ടാൽ മതി. ഇതുപോലെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ഓരോ സെക്ഷൻസിലും മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് എല്ലാ സെക്ഷനും ഒരുമിച്ചിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഓരോ കുഞ്ഞു സെക്ഷനായിട്ട് എടുക്കാൻ പറയുന്ന കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ അഥവാ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കുഞ്ഞു സെക്ഷനായിട്ട് എടുക്കുന്ന സമയത്ത് ഡാൻഡ്രഫിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ആവുകയും അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇതുപോലുള്ള ഇടുങ്ങിയ ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഡാൻഡ്രഫ് വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് പറഞ്ഞ സാധനം മുടി ഒട്ടും കിളിർക്കാത്ത ഏരിയയിലോട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങോട്ട് ചൂട് ഒരുപാട് കൂടുന്ന സമയമാണ്, അപ്പോൾ നന്നായിട്ട് ചൂടുകുരൊക്കെ വരും. ഈ രാമച്ച ഇട്ടിട്ടുള്ള ഹെയർ പാക്കാണ് ആ സമയത്തൊക്കെ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് തലയിൽ ചൂടുകുരു വന്നിട്ടുള്ള ചൊറിച്ചിൽ, ചൂടുകുരുവിൻ്റെ പ്രശ്നം അതെല്ലാം കംപ്ലീറ്റ്ലി മാറും. തല എപ്പോഴും തണുത്തിരിക്കുകയല്ലേ. എല്ലാ ഏരിയയും കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 15 to 30 മിനിറ്റ് വെച്ചിരിക്കണം. നന്നായിട്ട് തലയിൽ വെച്ചിരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് 40 മിനിറ്റ് വെച്ചിരിക്കാം. പക്ഷേ എന്നാലും ഇത് നല്ല തണുപ്പുള്ള പാക്ക് ആയതുകൊണ്ട് നിങ്ങളൊരു 15 മിനിറ്റ്, പറ്റാത്ത ആൾക്കാർ 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇല്ലാത്ത ആൾക്കാർക്ക് 30 മിനിറ്റ്. ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 40 മിനിറ്റ് വെച്ചോ, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഷാമ്പു ഇട്ട് കഴുകി കളയരുത്. ഷാമ്പു ഇടേണ്ട ആവശ്യമില്ല. ആ ഒരു നാറ്റമൊന്നുമില്ല ഈ പാക്കിന്. അത്യാവശ്യമാണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. എന്തായാലും ഷാമ്പു ഇടരുത്. എങ്കിൽ ഒരു നാച്ചുറൽ പാക്കിന് ഷാമ്പു ഇടാൻ പാടില്ല അന്നേ ദിവസം തന്നെ, എങ്കിൽ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടികൾ വാങ്ങാൻ കിട്ടും, അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പേരയുടെ പൊടി വാങ്ങാൻ കിട്ടില്ല, അത് നിങ്ങൾ എന്നെ ഒപ്പിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അടുത്ത പാക്ക് നമ്മൾ ഹോസ്റ്റലേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹോസ്റ്റലേഴ്സ് മാത്രമല്ല, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത പാക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഒരു പാക്ക് പോലും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മിസ്സാക്കി കളയരുത്. എല്ലാ പാക്കും എല്ലാവരും ചെയ്തിരിക്കണം, എന്നാലേ ചാലഞ്ച് കംപ്ലീറ്റ് ആകത്തുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒപ്പിക്കടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പാക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.